നമസ്കാരം. ഒരു ഭക്തൻ ശബരിമല ദർശനം നടത്തുന്നത് ഫോട്ടോഷൂട്ടാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ എന്തെന്ന് വിളിക്കും? സാധാരണഗതിയിൽ ഭക്തി എന്ന് പറയുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സ്വന്തം മാനസിക സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, ആണല്ലോ അല്ലേ? അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു ഉടായ്പ ഭക്തനെ കണ്ടേ? ഇതേ കണ്ടില്ലേ? 41 ദിവസം കഠിന വ്രതത്തിലായിരുന്നു. കഠിന വ്രതം പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ താടിയും മുടിയൊക്കെ അങ്ങ് വളർന്ന് കാലറ്റം വരെയായി നിൽക്കുകയാണ്. ഇത്ര നല്ലൊരു ഭക്തനെ കേരളത്തിൽ കാണാൻ പറ്റില്ല. അയ്യപ്പൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അതോ ഇനി അയ്യപ്പൻ പോലും കേരളത്തിലെ ഞങ്ങൾ കരുതുന്നത് പോലെയുള്ള ജനങ്ങളെ പോലുള്ള വിഡ്ഢിയാണെന്ന് കരുതുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ചില വ്യക്തികളുടെ തകർച്ച കാണാം. കാര്യം അയ്യപ്പൻ്റെ അടുത്ത് പോയി അടുത്ത കാലത്ത് ദർശനം നടത്തിയ രാഹുൽ മാങ്ങാണ്ടി നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളതും. ആ പോയിട്ട് വന്ന സ്പീഡിൽ തന്നെ നേരെ മാളത്തിൽ പോകേണ്ട അവസ്ഥ വന്നു. അതായിരുന്നു അയ്യപ്പൻ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം. കാര്യം വലിയ ഭക്തനാണല്ലോ. അടുത്തൊരു ഭക്തൻ ഇങ്ങനെ ഷൂട്ടൊക്കെ നടത്തി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്കോ ഒരു അയ്യപ്പ വിശ്വാസി എന്നുള്ള നിലയ്ക്കോ ഇന്നലെ വരെ നാട്ടുകാരെ പുലഭ്യം പറഞ്ഞുകൊണ്ട് നടന്ന വ്യക്തിയാണ്. അങ്ങനെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി ഒരു ദിവസമെങ്കിലും വ്രതം പിടിച്ചെങ്കിൽ ഈ താടിയൊക്കെ കുറച്ചെങ്കിലും വളർന്നു വരില്ലേ? അയ്യോ, അതൊന്നും വളരാൻ പാടില്ല, നരച്ച താടി കണ്ട കിളവനെന്ന് പറയും. അതുകൊണ്ട് ഉള്ള മുടിയെ, ഒന്നാമത് മുടിയില്ല, മൊത്തം മുട്ടയാണ് ഇപ്പോൾ കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നു, അതിൽ ഡൈ അടിച്ച് ഈ വെള്ള താടി വന്നു കഴിഞ്ഞാൽ 70 വയസ്സായ കിളവനെന്ന് നാട്ടുകാർ പറയുമെന്ന് കരുതിക്കൊണ്ട് ക്ലീൻ ഷേവ് നടത്തി പോകുന്ന ഈ ഭക്തനെ കണ്ടിട്ട് ഉടായ്പാണോ അല്ലയോ? നിങ്ങൾ തന്നെ വിലയിരുത്തും. കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അയ്യപ്പൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് അയ്യപ്പൻ്റെ അടുത്ത് പോയി വേല ഇറക്കിയിട്ട് വന്ന പലരും ഈ നാട്ടിൽ കിടന്ന് പെടാപ്പാടുപെടുന്നത് നമ്മൾ കണ്ടതാണ്. കെ സുരേന്ദ്രൻ അയ്യപ്പൻ്റെ സ്വന്തം ആളായിരുന്നു. ഇപ്പോൾ വേലയും കൂലി ഇല്ലാതെ വായി നോക്കി കിടക്കുകയാണ്. ആ രീതിയിൽ അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടി. അതുപോലെയാണ് രാഹുൽ മാങ്ങാണ്ടി എന്ന് പറയുന്നത്. അയ്യപ്പൻ്റെ സ്വന്തം ആളായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ തന്നെയാണ് രാഹുൽ ഈശ്വർ എന്ന അയ്യപ്പൻ്റെ അടുത്ത ആളായിട്ടുള്ള ഹിന്ദു താഴമൺ കുടുംബം. ഇപ്പോൾ എന്താണ് അവസ്ഥ? ജയിലിൽ കിടന്ന് ഉണ്ടതിൻ്റെയാണ്. അടുത്തതാണ് ഈ വരാൻ പോകുന്ന അട്രാക്ഷൻ. ഉറപ്പായിട്ടും ഈ രീതിയിൽ നാട്ടുകാരുടെ മുന്നിൽ പണിയൊക്കെ നടത്തിയിട്ട് പോകുമ്പോൾ അയ്യപ്പൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഉള്ളിലെ ഉദ്ദേശം എന്താണ്? ഞാൻ നല്ല അയ്യപ്പ വിശ്വാസിയാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ അഭിനയിച്ച് തകർക്കുകയാണ്. ഒരു വ്യക്തി ഇതൊക്കെ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ പണി എടുത്ത് അയ്യപ്പൻ്റെ പേരിൽ രാഷ്ട്രീയ കച്ചവടത്തിന് മുതിരുന്ന ഒരു വ്യക്തി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ദുരുദ്ദേശം എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ പറയുന്ന മഹാന്റെ വീഴ്ച കാണാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഈ പോക്കിനൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇനിയിപ്പോൾ 3-4 മാസം മാത്രമേ ഉള്ളൂ. എന്തിന്? നിയമസഭാ തെരഞ്ഞെടുപ്പിന്. മുഖ്യമന്ത്രി കസേരയിലേക്ക് എന്നെ കയറ്റണേ അയ്യപ്പാന്ന് മുഖ്യമന്ത്രി കസേരയിൽ അങ്ങ് എയറിലോട്ട് ഇപ്പോൾ കയറ്റി വിടും. ഒരു കാര്യം കൂടിയുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ സന്ദർഭത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് നിന്ന നിപ്പിൽ ഈ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ആ കേന്ദ്രം ഭരിക്കുന്ന ഒരു ഉണ്ടല്ലോ, ഇതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കഴിഞ്ഞ ഉടനെ നേരെ ഏതെങ്കിലും വനാന്തരങ്ങളിലോ കാശിയിലോ പോയി ഗുഹയ്ക്കകത്തിരിക്കുന്നതിന്റെ ഷൂട്ട് കണ്ടിട്ടില്ലേ? അതിന്റെ വേറൊരു മാതൃകയാണ്. അപ്പോ അയ്യപ്പനെ പോലും വിറ്റ് രാഷ്ട്രീയമാക്കുന്ന ഇവർ ആരാണ് സ്വർണം കട്ടുകൊണ്ട് പോയി എന്നതിൻ്റെ പേരിലൊക്കെ ആ താഴമൺ കുടുംബം ഉണ്ടല്ലോ, സതീശനൊക്കെ അനുഗ്രഹം വാരിക്കോരി കൊടുക്കുന്നത്. സ്വർണം കട്ടവൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് വരുന്നവൻ, അല്ലെങ്കിൽ സ്വർണം കട്ട വ്യക്തിയെ കൊണ്ടുവന്ന് ആരാണോ ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച വ്യക്തി, ഇവരൊക്കെ അങ്ങോട്ട് ചെന്നാൽ ഇവരൊക്കെ അയ്യപ്പൻ്റെ അടുത്ത ആളെന്നുള്ള നിലയ്ക്ക് ഇവർ അനുഗ്രഹം മേടിച്ചുകൊണ്ട് സതീശൻ ദർശനം നടത്തിക്കഴിഞ്ഞാൽ എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. അവിടെ ചെന്ന് വേല ഇറക്കിയ പലരും അനുഭവിച്ചതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡ് സതീശൻ അനുഭവിക്കാൻ പോകുന്നത് ഏതാനും ദിവസങ്ങളിൽ ഈ ഉടായ്പ് കാണിച്ച് അയ്യപ്പനെ കച്ചവടം നടത്താനുള്ള ആ ക്ലീൻ ഷേവ് അയ്യപ്പന്റെ ഉടായ്പിനും അറിഞ്ഞൊരു പ്രസാദം ഉടനടി കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. വെയിറ്റ് ആൻഡ് സീ.